ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ 63 എണ്ണം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം എറണാകുളത്തെ തന്നെയും ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ തന്നെ പല പല സ്ഥലത്ത് ഇക്കയുടെ ബേക്കറികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ സ്വന്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് തീരെ കഴിവില്ലാത്തൊരു പയ്യന് ഇതൊന്നും നടക്കില്ലല്ലോ. അതെനിക്ക് കഴിവുണ്ടാകാൻ തോന്നിയിട്ടില്ല. എൻ്റെ കസ്റ്റമർക്ക് എന്നോട് ഞാൻ ആലുവയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ സംരക്ഷിച്ചത് ആലുവ, എന്നെ വളർത്തിയത് പെരുമ്പാവൂർ എന്നൊക്കെ ഞാൻ മുമ്പേ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ എൻ്റെ ബേക്കറി വളർന്നതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയില്ല. എളിമ കൊണ്ട് പറയുന്നില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നോട് എന്തോ ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട്, ആലുവയിലും പെരുമ്പാവൂരിലൊക്കെ ആളുകൾക്ക് എന്നോടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും അറിയാം, പലപ്പോഴും എൻ്റെ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ പതിയെ വന്നിട്ട് തിരക്കുണ്ടെങ്കിലും ഒന്നും പറയാതെ തിരക്ക് കഴിയും എന്നെ വിളിച്ചിട്ട് ഇന്ന സാധനം ചീത്തയായിരുന്നു കേട്ടോ തന്നത്, ശ്രദ്ധിക്കട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനവരങ്ങനെ പറയുന്നത്? അവർക്ക് വേണം ഒരു ഇഷ്യൂ ഉണ്ടായിക്കൂടെ, അല്ലെങ്കിൽ ദേഷ്യം ആർക്കാലും വരില്ലേ, ആ ദേഷ്യം എന്നോട് പ്രകടിപ്പിച്ചൂടെ. പക്ഷേ പലരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എനിക്ക് കുറച്ച് വിശ്വസിക്കുന്നുണ്ട്, എന്നോടൊരു സ്നേഹം അവർക്കെല്ലാവർക്കും വാത്സല്യം ഉണ്ട്. ഞാൻ റോഡ് മുറിച്ച് കിടക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ആലുവയിൽ വന്നപ്പോൾ. ആ ആളിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാളായി പ്രാപ്തനാക്കിയത് മറ്റാരൊക്കെയോ ആണ്. എൻ്റെ കഴിവാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും വിശ്വസിക്കാൻ, ഞാൻ എളിമ കൊണ്ട് പറയുന്നതല്ല, ഞാൻ അങ്ങനെ കഴിവുള്ള ഒരാളൊന്നും അല്ല. പക്ഷെ ഒരുപാട് പേർക്ക് എന്നോട് സ്നേഹമുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഒരു ദൈവം നേരിട്ട് വരില്ലല്ലോ, പലരും അങ്ങനെ ഒരു സംരക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ ഗുണമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്നേഹവും വാത്സല്യവും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുറ്റുവട്ടത്തുനിന്ന് ഒരുപാട് ആൾക്കാരുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് തന്നെയാണ് ഹോട്ടൽ ബിസിനസ്, പ്രത്യേകിച്ചും ഫുഡ് ഇൻഡസ്ട്രി. അത് ബേക്കറികളിലായാലും ഹോട്ടൽ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാലും നമ്മൾ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര തൊട്ട് മുന്നേ പറഞ്ഞ പോലെ അങ്ങനത്തെ സീനുകളാവാം, ഒരുപാട് ഇഷ്യൂസ് വരും, വേറൊരാളുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അത്രയും റിസ്ക് ഉള്ള ബിസിനസ്സിൽ ഇക്കയ്ക്ക് ഇങ്ങനെ വളരെ മൈൽഡായിട്ടുള്ള അനുഭവങ്ങളെ വന്നു പോയിട്ടുള്ളൂ. അല്ലാതെ വലിയ ചാലഞ്ചിങ് ആയിട്ടോ ഭയങ്കരമായിട്ടും മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റും ഉണ്ടായിട്ടില്ലേ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ? ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ല. ഇഷ്യൂ ഇല്ല, അത് കുറേയൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹത്തോടുകൂടിയാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്ന എനിക്കുണ്ടായി. ഞാനെപ്പോഴും ടെൻഷനുള്ള ആളാണ്, കാരണം ഫുഡാണ്. ഇപ്പം എൻ്റെ കണക്ക് പ്രകാരം ഒരു ദിവസം ഒരു 75 മറ്റേ 1,00,000 പേര് വരെ എൻ്റെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കും. ഏതാണ്ട് 1 ലക്ഷം പേര് കഴിക്കും. കാരണം ഒരു 40,000-40,000 സ്നാക്സ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾ ഒരു പരിപ്പൂടയിൽ കഴിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 40,000 പരിപ്പൂട വെക്കണ സ്നാക്സ് വെക്കണമെങ്കിൽ 40,000 പേരെങ്കിലും കഴിക്കണം. അങ്ങനെ പല ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുന്നവർ 63 സ്ഥാപനങ്ങളിലുമായിട്ട് എനിക്ക് തോന്നുന്നു 1,00,000 പേരെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ടെൻഷനുണ്ട്. 1,00,000 പേര് എന്നെ വിശ്വസിച്ചുകൊണ്ട് എവിടെ നിന്നുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാതെ കഴിക്കുന്നുണ്ട്. അവർ ആത്മാർത്ഥത ഞാനും കാണിക്കണം. അവർ ടെൻഷനും എനിക്കുണ്ട്. ഇങ്ങനെ ഇത്രയും കാലം പോയി, ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതൊരു ദൈവാധീനമൊക്കെ തന്നെയാണ്. ആ പേരൊന്നും തട്ടാതെ നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ബിസിനസ്സിലേക്ക് ഓരോ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുമ്പോഴായിക്കോട്ടെ, ഓരോ സ്റ്റാഫിനെ എടുക്കുമ്പോഴായിക്കോട്ടെ, മുറുകെ പിടിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടാവുമല്ലോ ബിസിനസ്സിൽ. ഇതുപോലെ പേരുകൾ ഇതുവരേക്കും ഒരു കുഴപ്പം വരാതെ പോകുന്നുണ്ട്. അപ്പം ഏതൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാലും ഓരോ ബ്രാഞ്ച് തുടങ്ങുമ്പോഴും അവരോട് പറയുന്നത് പ്രത്യേകിച്ചും എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഫസ്റ്റ് ഹൈജീനിക്ക്, പിന്നെ ക്വാളിറ്റി സർവീസ്. ഈ 3 ഘടകങ്ങളാണ് വേണ്ടത്. ഈ 3 ഘടകം ഉണ്ടെങ്കിലും 3 ഘടകം ഉണ്ടോണ്ട് കഴിയില്ല. ഫുഡ് ടേസ്റ്റി ആയിരിക്കണം. ഹൈജീനിക്കുള്ള ഫുഡ് ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല, ക്വാളിറ്റിയുള്ള ഫുഡും ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല. നല്ല സർവീസ് കൊടുത്താൽ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഈ 3 കാര്യങ്ങളും ചെയ്യണം. ടേസ്റ്റ് പ്രധാനമാണ്. ഈ 3 കാര്യവും നിലനിർത്തിക്കൊണ്ട് ടേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പറയുന്ന ഈ 63 സ്ഥലങ്ങളിലും എല്ലാ ദിവസവും എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ നോക്കുവോ? എങ്ങനെയാ അവിടെയൊക്കെ ഉള്ള ഒരു ഇക്കയുടെ ഒരു മേൽനോട്ടമൊക്കെ? 63 അടുത്തും ഒരു ദിവസം എത്താൻ എനിക്ക് പറ്റില്ല. എന്നാലും 3-4 ദിവസം കൊണ്ട് എല്ലാ ഷോപ്പുകളിലേക്കും ഞാൻ എത്തും. എപ്പോഴും 3-4 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഇത് ബേക്കറിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഞാൻ എപ്പോഴും ഉച്ചവരെ അവിടെയാണ് ഇരിക്കുക. എല്ലാ ബേക്കറിയിലേക്കും ഒരൊറ്റ 3 പോയിന്റ് ഉണ്ട്. മെയിൻ മറ്റേ കുട്ടമ്പശ്ശേരി എന്ന് പറഞ്ഞാൽ ആലുവയിൽ ഒരു 250 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനി അവിടെ ഉണ്ട്. പിന്നെ അടിമാലി ഉണ്ട്, തൊടുപുഴ ഉണ്ട് ചെറുത്.
അപ്പോൾ ഇതാണ് മെയിൻ. അപ്പോൾ ഉച്ചവരെ എപ്പോഴും ഇവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങും. ഓരോ സ്ഥലത്ത് ഫ്രണ്ടിൽ കൂടെ കയറി കിച്ചണിൽ കൂടെ ഇറങ്ങി പോകും. അപ്പോൾ വേറെ അധികം സമയം നിൽക്കില്ല, ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. രാത്രി 2 മണി വരെ ഇപ്പോഴും ഞാൻ പുറത്തായിരിക്കും. ഓ, 2 മണിക്ക് വീട്ടിലെത്ത പണ്ടേ ശീലമാണ്. 2 മണിക്ക് മുമ്പ് വീട്ടിലെത്ത വൈഫ് ചോദിക്കുന്നത് ഇന്നെന്താ നേരത്തെ വന്നിരിക്കണേ എന്നുള്ളത്. അവർ ഉറങ്ങിയ ശേഷം ഞാൻ എപ്പോഴും എത്താറുള്ളൂ. ഓക്കെ, അപ്പൊ 2 മണിക്ക് എത്തി, അപ്പൊ ഉറങ്ങുമ്പോ ഒരു 3 മണിയാവുന്നുണ്ടാവും. രാവിലെ എപ്പോ എണീക്കും? 8 മണി കഴിഞ്ഞു. ഓ, അപ്പൊ ആ 5 മണിക്കൂറത്തെ ഉറക്കം മതിയാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഉഷാറായിട്ടും ആക്റ്റീവായിട്ടും ഇന്നും നല്ല എന്താ പറയാ യൂത്തിന്റെ ഒപ്പം വൈബും ഒക്കെ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന മിസ്റ്റർ റഫീഖ് എന്ന് പറയുന്ന പയ്യനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം ചെല്ലുന്നതോറും. എങ്ങനെയാണ് പ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനെയൊക്കെ വെച്ച് ആക്റ്റീവ് ആവാനും ഒരു ദിവസം എങ്ങനെയാണ് യൂഷ്വലി അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ശരിക്കും എല്ലാ ദിവസവും തിരക്കിലേക്ക് പോയാൽ പ്രായം കുറയും. വെറുതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് പ്രായം തോന്നുന്നു. എനിക്ക് 365 ദിവസം ജോലി ചെയ്യുന്ന ആളാണ്. പെരുന്നാളോ ഓണോ വിഷുവോ അങ്ങനെ ഒന്നുമില്ല. ഫുഡായതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും വർക്ക് ചെയ്യും. എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല. പിന്നെ ശരീരം ഇങ്ങനെയാണ്, പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബോഡി ജിമ്മിലൊക്കെ പോയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രായമാവരുത് എന്നൊരു ആഗ്രഹം കൊണ്ട് കുറച്ച് കാലം കൂടി ഇങ്ങനെയൊക്കെ പോകണം. നമ്മുടെ മുമ്പിൽ മമ്മൂട്ടി എന്നൊരു വലിയ മനുഷ്യൻ കിടപ്പുണ്ടല്ലോ, വിചാരിച്ചാൽ അങ്ങനെ ആവാന്ന് അദ്ദേഹമാണ് കാണിച്ചത്. നമ്മൾ വിചാരിച്ചാൽ അപ്പൊ അദ്ദേഹമാണ് വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താം വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്, അവിടെയൊന്നും നിർത്തിയിട്ടില്ലെങ്കിലും. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഇന്നിപ്പോ ചൊക്ലിയിൽ കൂടെ പഠിച്ചു നിന്ന ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു മകൻ എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നത് ലുക്ക് വൈസ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പം മറ്റേ പഴയ സ്റ്റുഡന്റ് ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതുപോലെയൊക്കെ വിളിക്കണം ഒന്ന് ചെല്ലണം അവരുടെ മുമ്പിലേക്ക്. ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെല്ലണം. ഇപ്പൊ അടുത്ത സുഹൃത്തുക്കളേക്കാണ്, അപ്പൊ അവരൊക്കെ ഒരു 63, 64 വയസ്സൊക്കെ എങ്ങനെയായിരിക്കും. അപ്പൊ ആ ഒരു ഇതിലാണ് അവരുള്ളത്. ഇപ്പൊ ഞാൻ ഈ ലുക്കിലാണ് നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരെയും കാണാറില്ല, അടുത്ത സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ അപ്പോഴെനിക്ക് തോന്നാറുണ്ട് പറയുന്നത് ശരിയാണ്, വലിയ പ്രായമൊന്നും എനിക്ക് കാണുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഓക്കെ, സിനിമകൾ ഇത്രയും ഇഷ്ടപ്പെടുമ്പോൾ മലയാള സിനിമകൾ മാത്രമാണോ കൂടുതലായിട്ടും കാണുന്നത്, അതോ ഏത് ഭാഷയാണെങ്കിലും ഇരുന്ന് ആസ്വദിക്കാറുണ്ടോ? മലയാള ഭാഷ എനിക്ക് അതല്ലേ അറിയൂ. ഓക്കെ, അവിടെ മലയാള സിനിമയാണ് കൂടുതൽ കാണുന്നത്. ഞാൻ ഫസ്റ്റ് അഭിനയിച്ച സിനിമ ഇംഗ്ലീഷ് സിനിമയാണ്, പക്ഷെ മലയാള സിനിമയെ കാണാറുള്ളൂ. തമിഴൊക്കെ കാണുന്നു, അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലാക്കാനൊക്കെ എപ്പോഴും മലയാള സിനിമ. മലയാളത്തിലല്ലേ നല്ല സിനിമകൾ വരുന്നത് എനിക്ക് തോന്നുന്നു. കഥയും കഥാപാത്രങ്ങളും അഭിനയമൊക്കെ എനിക്ക് തോന്നുന്നു. മറ്റേ ഞാൻ ആക്ടറും കൂടി ആവണമെങ്കിൽ പറയാൻ പറ്റില്ല, എനിക്ക് തമിഴിലേക്കൊക്കെ പോകേണ്ടതാണ്. എൻ്റെ അടുത്തൊരു തമിഴ് സിനിമ വരാൻ പോകുന്നുണ്ട്, ആഞ്ചലോ എന്ന് പറഞ്ഞൊരു സിനിമ. മിക്കവാറും ഫെബ്രുവരി അങ്ങ് റിലീസാവും. അതിൽ ആഞ്ചലോ ആയിട്ട് അഭിനയിക്കുന്ന ഞാൻ തന്നെയാണ്, തമിഴാണ്. അതിന്റെ കഥ തിരക്കഥയൊക്കെ അല്ല, അതൊക്കെ വേറെ അഭിനയിക്കാൻ വേണ്ടി മാത്രം പോവാണ്. ഓ, സ്റ്റാർ ആയിട്ട് ചെന്നൈയിലേക്ക് പോണു. ഇല്ല, കഴിഞ്ഞു സിനിമ കഴിഞ്ഞു, ഡബിങ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു, അതിപ്പോ 2 ആഴ്ച മുമ്പ് അതും കഴിഞ്ഞു. അപ്പൊ ഫെബ്രുവരി റിലീസാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമിഴും മലയാളവും കൂടി എടുത്തിരിക്കുന്നത്. തമിഴാണ് ഫസ്റ്റ് റിലീസായെന്ന് പറഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിൽ ഞാനിപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കുന്നത്, അവിടെ എങ്ങാണ്ടൊന്ന് ക്ലിക്കായ അവിടെ